പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായി പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനഭാഗത്ത് നമ്മൾ രണ്ട് ഉപമകൾ കാണുന്നുണ്ട്. കാണാതായ നാണയത്തിൻ്റെ ഉപമ, കാണാതായ ആടിൻ്റെ ഉപമ. 99 ആടിനെയും മരുഭൂമിയിൽ ഇട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടി ഇറങ്ങുന്ന ഇടയനും തനിക്ക് നഷ്ടപ്പെട്ട ഒരു നാണയത്തിന് വേണ്ടി വീട് മുഴുവനും വിളക്ക് കൊളുത്തി അടിച്ചു വാരുന്ന ഒരു സ്ത്രീയും കണ്ടു കിട്ടുമ്പോൾ ഇവർ രണ്ടുപേരും ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ്. ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ, നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മാവിനെ കർത്താവ് ഒത്തിരിയേറെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നുണ്ടെന്നും നഷ്ടപ്പെട്ടവൻ പാപിയുടെ തിരിച്ചുവരവ് അവിടുന്ന് ഒത്തിരിയേറെ ഒത്തിരിയേറെ ആഗ്രഹത്തോടെ കർത്താവ് കാത്തിരിക്കുന്നുണ്ടെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഒരു സ്നേഹത്തോടെ, വലിയ സ്നേഹത്തോടെ നമ്മുടെ തിരിച്ചുവരവും കാത്തിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ഈശോയുടെ സ്നേഹം അങ്ങനെയാണ്. ഏത് പ്രതിസന്ധികളിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇത് തന്നെയാണ് നമ്മൾ വീണ്ടും ധൂർത്തപുത്രൻ്റെ ഉപമയിലും കണ്ടുമുട്ടുന്നത്. കർത്താവെ, നിന്നിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് വെക്കണമേ എന്ന് നമുക്ക് ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക